Hello all, welcome to Mfavor Learning app. Hello Anashara, Reshma, Jasna, Krishnapriya, Amrita, Nayana, Malu. Okay. So, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ മൈസെൽഫ് ബുഷ്ര. സോ അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എക്സാക്ട്ലി ഒരു 3 days ആയി. സോ നമ്മൾ താഴെ കാണുന്ന നമ്പറിലോട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്ത് ഇനി ജോയിൻ ചെയ്യാത്തവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എംഫേവർ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക് ദാറ്റ് ഈസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, സോ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും അതേപോലെ ഫൈനൽ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, അതിന്റെ മീനിങ് എന്താ, ഫീച്ചേഴ്സ് എന്താ, അതേപോലെ തന്നെ ഫോർമാറ്റ് നോക്കിയായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും. ഇനി നമ്മൾ പ്രോബ്ലംസിലോട്ട് കിടക്കുകയാണ്. സോ പ്രോബ്ലംസിലോട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നും എക്സാക്ട് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ബിഫോർ ഗോയിങ് ടു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, നമ്മൾ അതിന് പോകുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രയൽ ബാലൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രയൽ ബാലൻസ് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകാം. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ചേർന്ന ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ആണ്, നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെക്സ്റ്റ് വൺ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്, അതിനുശേഷം നമ്മുടെ PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ഓരോന്നും കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് എൻ്റെ ഒപ്പം തന്നെ വരിക. ഓക്കെ 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 അപർണ. സോ ഓക്കെ, സോ അപ്പോൾ എല്ലാവരും നന്നായി ലിസൺ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the following balances were extracted from the ledger of Ramakrishna Engineering Works on 31st March 1997. You are required to prepare a trial balance on that date in proper form. That means അതായത് താഴെ തന്നിരിക്കുന്ന ബാലൻസസ് എന്ന് പറയുന്നത് രാമകൃഷ്ണ അതിൽ നിന്നും ലെഡ്ജറിൽ നിന്നും എടുത്ത ബാലൻസസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് the following balances are extracted from the ledger of Ramakrishna Engineering Works. സോ എപ്പോഴാണ് ഡേറ്റ് എന്ന് വെച്ചാൽ 31st March 1997 സോ നമ്മളിവിടെ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇവിടെ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രോപ്പർ ഫോമിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, റുപ്പീസ്. ഓക്കെ, സോ ഇതിൽ ഡ്രോയിങ്സ്, അതേപോലെ ക്യാപിറ്റൽ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, sundry debtors, bills receivable, loan from Karthik, furniture and fixtures, opening stock, cash in hand, cash at bank, tax, sales. Okay, next salaries, അതേപോലെ sales return, purchase return, traveling expenses, commission paid, trading expenses, discount earned, rent, bank overdraft, purchases. അപ്പൊ നിങ്ങൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ഐറ്റം കാണുന്ന സമയത്ത് ആ ഐറ്റം ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ള ലോജിക് ആദ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ആ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് 2 ക്വസ്റ്റ്യൻ അത് പ്രാക്ടീസ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബിഫോർ ഗോയിങ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്രൊവൈഡ് ദ ഹെഡിങ് ഫോർ ദിസ്. ഓക്കെ, സോ ട്രയൽ ബാലൻസിന് എന്താ ഹെഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ആരുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആരുടെയാണ്, ദ ഫോളോയിങ് ബാലൻസ് എക്സ്ട്രാക്ട് ഫ്രം ദ ലെഡ്ജർ ഓഫ് രാമകൃഷ്ണയുടെ ലെഡ്ജർ എന്നാണ് ഈ ബാലൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ത്രൂ ദിസ് വി ഹാവ് ടു പ്രിപ്പയർ the trial balance in the name of Ramakrishna. Okay, so first of all നമ്മൾ ആദ്യം എന്ത് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക, ബാലൻസ് ഓഫ് രാമകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക് ആസ് ഓൺ ഡേറ്റ് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, 31 March 1997 ആണ്. അപ്പൊ 31st March 1997 ഇട്ടു. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫോർമാറ്റ് എന്ന് വെച്ചാൽ ബിക്കോസ് നമുക്ക് ടോട്ടൽ ആയിട്ട് നമ്പേഴ്സ് വേണമെങ്കിൽ ഇടാം, അത് കമ്പൽസറി ഇല്ല. സീരിയൽ നമ്പർ, നെക്സ്റ്റ് നെയിം ഓഫ് അക്കൗണ്ട്, LF, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, സോ അക്കൗണ്ടിന്റെ നെയിം എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെയാണോ ഡെബിറ്റ് വരിക ഏതൊക്കെയാണ് ക്രെഡിറ്റ് വരിക എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തോളൂ, ഡ്രോയിങ്സ് തൊട്ടിട്ട് പർച്ചേസസ് വരെയും എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഓർഡറിൽ തന്നെ എഴുതിക്കോളൂ, ഡ്രോയിങ്സ്, അതേപോലെ നെക്സ്റ്റ് എന്തായിരുന്നു, ക്യാപിറ്റൽ, ഓക്കെ,
നെക്സ്റ്റ് എന്തായിരുന്നു? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സോ അതേപോലെ ഓരോന്നും എഴുതാം. ബിൽസ് പേയബിൾ, അതേപോലെ സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അങ്ങനെ ഓരോന്ന്. ലോൺ ഫ്രം കാർത്തിക്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ടാക്സ്, സെയിൽസ്, സാലറീസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ട്രാവലിംഗ് എക്സ്പെൻസസ്, അതേപോലെ തന്നെ നെക്സ്റ്റ് കമ്മീഷൻ പെയ്ഡ്, ട്രേഡിംഗ് എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഏൺ, റെന്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പർച്ചേസസ്, ഇങ്ങനെ ഓരോ ഐറ്റം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം ഡ്രോയിങ്സ് തൊട്ട് പർച്ചേസ് വരെ നമ്മുടെ നെയിം ഓഫ് അക്കൗണ്ടിൽ എഴുതാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി? ഇപ്പോൾ സീരിയൽ നമ്പർ എഴുതി, 1 2 3 4 5 6 ലൈക്ക് ദാറ്റ് നമ്മൾ അത് എഴുതി. അതിനുശേഷം നെയിം ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമ്മൾ ലെഡ്ജർ ഫോളിയോ ആണ്. LF എന്ന് ഉദ്ദേശിക്കുന്നത് ലെഡ്ജർ ഫോളിയോ ആണ് കേട്ടോ. ലെഡ്ജർ ഫോളിയോ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഡെബിറ്റ് ബാലൻസസ് എമൗണ്ട്, ക്രെഡിറ്റ് ബാലൻസസ് എമൗണ്ട്. അപ്പോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ അറിഞ്ഞിരിക്കണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ളതാണ് അല്ലെ, നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് ആണ്. അപ്പൊ എന്തായിരുന്നു? ഡെബിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗോൾഡൻ റൂൾസ് മനസ്സിലാക്കണം. നമുക്ക് ഗോൾഡൻ റൂൾസ് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദർ ആർ 3 അക്കൗണ്ട്സ് ആണ് മെയിൻലി ഉള്ളത്. ഏതൊക്കെയാന്ന് വെച്ചാൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, സോ പേഴ്സണൽ അക്കൗണ്ടിൽ എന്താ നമ്മുടെ റൂൾ എന്ന് വെച്ചാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ആണ്. റിയൽ അക്കൗണ്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ്. ഓക്കെ, അതേപോലെ നോമിനൽ അക്കൗണ്ടിൽ എന്താ റൂൾ എന്ന് വെച്ചാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് നമ്മുടെ 3 ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗോൾഡൻ റൂൾസ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ സോ for as per this concept you have to apply the account whether is the having debit balance or credit balance. You have to verify for this. Okay, so അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഏതാണ്? ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഡ്രോയിങ്സ് അക്കൗണ്ടിന്റെ എമൗണ്ട് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 6000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ബാലൻസിൽ എഴുതി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് നമുക്ക് റിസീവ് ചെയ്ത ഐറ്റം ആണ്. സോ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസിൽ എഴുതി. സൺട്രി ക്രെഡിറ്റേഴ്സും ക്രെഡിറ്റ് ബാലൻസ് എഴുതി. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഏതിലാണ് നമ്മൾ കാണിക്കുക? ദാറ്റ് ഈസ് ക്രെഡിറ്റ് ബാലൻസിലാണ് ബിൽസ് പേയബിൾ കാണിക്കുക. ഓക്കെ, അതേപോലെ അടുത്തതാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസിൽ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് ആണ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അതേപോലെ കാർത്തികിന്റെ കയ്യിൽ നിന്നും ലോൺ മേടിച്ചത് ലോൺ ഫ്രം കാർത്തിക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓരോന്നും എന്തായിരിക്കും വരാന്ന്. ഓക്കെ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആണ്. അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് ഡെബിറ്റ് ബാലൻസ്, ടാക്സ് ഡെബിറ്റ് ബാലൻസ്, സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ റിസീവ് ചെയ്ത ഐറ്റംസ് ആണ് അല്ലെ. സോ എക്സ്പെൻസസ് ഫുള്ളും ഡെബിറ്റ് ബാലൻസസും ഇൻകം ഫുള്ളും നമ്മൾ എവിടെ കാണിക്കുക പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുക? കാണിക്കുക. ഓക്കെ, ഇൻകം അതേപോലെ ലൈബിലിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. അസറ്റും അതേപോലെ തന്നെ എക്സ്പെൻസും നമ്മൾ ഡെബിറ്റ് ബാലൻസിൽ കാണിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അസറ്റും അതേപോലെ എക്സ്പെൻസും ഈ 2 കാര്യങ്ങളും എവിടെ കാണിക്കും എന്ന് വെച്ചാൽ ഡെബിറ്റ് ബാലൻസിലാണ് നമ്മൾ കാണിക്കുക. ബൈ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസിൽ എന്തൊക്കെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ ലൈബിലിറ്റീസും അതേപോലെ തന്നെ എന്താണ്? ഇൻകംസും ആണ് എന്ത് കാണിക്കുക? നമ്മളുടെ ക്രെഡിറ്റ് ബാലൻസിൽ കാണിക്കുക. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടേ. ഓക്കെ, അടുത്താണ് സാലറീസ് ഡെബിറ്റ്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നിങ്ങൾ ആലോചിക്കണേ, ലോജിക്കോടെ ചിന്തിക്കുക. സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. നമ്മളിവിടെ 1,28,000 എഴുതി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സെയിൽസ് റിട്ടേൺ പറയുമ്പോൾ എന്താണ്? അത് ഡെബിറ്റ് ആണ്. അങ്ങനെ പഠിച്ചു വെക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുവേ. അതേപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്. അപ്പൊ പർച്ചേസ് റിട്ടേൺ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ആണ്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അതേപോലെ ട്രാവലിംഗ് എക്സ്പെൻസ് ഞാൻ എന്താ പറഞ്ഞത്? എന്താ പഠിപ്പിച്ചെന്നെ? എക്സ്പെൻസസും അസറ്റും എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതേപോലെ തന്നെ ലൈബിലിറ്റീസും ഇൻകംസും ഫുള്ളും ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെബിറ്റ്, കമ്മീഷൻ പെയ്ഡ് എന്താ? ഡെബിറ്റ് ബാലൻസ്, ട്രേഡിംഗ് എക്സ്പെൻസ് ഡെബിറ്റ്, ഡിസ്കൗണ്ട് ഏൺഡ് റിസീവ് ചെയ്തതാണ് ക്രെഡിറ്റ്, റെന്റ് ഡെബിറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റ്, പർച്ചേസസ് ഡെബിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റും അതേപോലെ തന്നെ ക്രെഡിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഡെബിറ്റ് ഓൾവേസ് വിൽ ബി ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. സോ ഓരോ ഐറ്റം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് ഓരോന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോളോയിങ് ബാലൻസസ് ഫോർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലെഡ്ജർ ഓഫ് രാമകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഓൺ 31 മാർച്ച് 1997 ആണ്. നമ്മൾ ഇതിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 4 കോളംസ് ആണ് ആക്ച്വലി തന്നിരിക്കുന്നത്. അപ്പൊ 4 കോളത്തിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം ഈ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ. അപ്പൊ ഇതിലൂടെ പെട്ടെന്ന് പറഞ്ഞു നോക്കുക. ഡ്രോയിങ്സ് എന്താണ്? ഡെബിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ എന്താ? ക്രെഡിറ്റ്. സൺഡേ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ്.
Bills payable credit. Sundry debtors debit. Bills receivable debit. Loan from Karthik credit. Furniture and fixtures debit. Opening stock debit. Cash in hand debit. Cash at bank debit. Tax debit. Sales എന്ന് പറയുമ്പോൾ എന്താണ് ക്രെഡിറ്റിലാണ് കാണിക്കുക. ഇനി സാലറീസ് ഡെബിറ്റ്, സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ് ഡെബിറ്റ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഡെബിറ്റ്, ക്യാപ്മേഷൻ പെയ്ഡ് ഡെബിറ്റ്, ട്രേഡിംഗ് എക്സ്പെൻസ് ഡെബിറ്റ്, ഡിസ്കൗണ്ട് ഏൺ ക്രെഡിറ്റ്, റെന്റ് ഡെബിറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റ്, പർച്ചേസ് ഡെബിറ്റ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റീസ് ഇൻകമും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഞ്ജന, അപർണ, ജസ്ന, നയന, അമൃത, കൃഷ്ണപ്രിയ, രേഷ്മ, മാലു, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, മാലു, അമൃത, നയന, മോനിഷ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതേപോലെ എൻ്റെ ഒപ്പം ചെയ്ത് വന്നേക്കണേ. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, സക്ലൈൻ മുഷ്തഖ് ഓഫ് കറാച്ചി ഈസ് നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ അക്കൗണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ എക്സ്പെർട്ട് അല്ല. ഓക്കെ, ഹി പ്രിപ്പയർഡ് ദ ഫോളോയിങ് ട്രയൽ ബാലൻസ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ താഴെ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, യു ആർ റിക്വസ്റ്റഡ് ടു കറക്റ്റ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ കറക്റ്റ് ട്രയൽ ബാലൻസ്. അതായത് സക്ലൈൻ മുസ്തഖ് എന്ന് പറയുന്ന ആൾക്ക് ആക്ച്വലി എക്സ്പെർട്ട് നോളജ് ഇല്ല അക്കൗണ്ടിങ്ങിൽ. ഹിസ് നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ അക്കൗണ്ടിങ്. സോ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പ്രിപ്പയർ ദ ഫോളോയിങ് ട്രയൽ ബാലൻസ്, താഴെ പറയുന്ന ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യു ആർ റിക്വസ്റ്റ് ടു കറക്റ്റ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ എ കറക്റ്റ് ട്രയൽ ബാലൻസ്. അപ്പം നമ്മൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് കറക്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. നമ്മുടെ ഫോർമാറ്റ് ഇതാണ്. ഓൾറെഡി നമ്മൾ ഒന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ 4 കോളംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? നമ്മൾക്ക് ഇവിടെ ഒരു ട്രയൽ ബാലൻസ് സക്ലൈൻ മുഷ്തഖ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ട്രയൽ ബാലൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ്, സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ്, സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ്, ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ്. ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സൺട്രി ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റ് ബാലൻസ്, ഫ്രീ ഹോൾഡ് പ്രിമിസസ് ഡെബിറ്റ്, പർച്ചേസ് ഡെബിറ്റ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, അതേപോലെ ഡെബിറ്റ് ബാലൻസ്, ലോൺ ഫ്രം ഷർമ ക്രെഡിറ്റ് ബാലൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് ബാലൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് ബാലൻസ്, ബിൽസ് പേയബിൾ ഡെബിറ്റ്, വേജസ് ഡെബിറ്റ് ബാലൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ബാലൻസ്, ഫാക്ടറി എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ്. അതിനുശേഷം ടോട്ടൽ ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഏതൊക്കെ ഡെബിറ്റിൽ വരും, ഏതൊക്കെ ക്രെഡിറ്റിൽ വരുന്നു, എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഡ്യൂട്ടി ആദ്യം എന്താണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഓക്കെ, നമ്മളത് പഠിച്ച കാര്യമാണ്. ആദ്യം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഫോർമാറ്റ് എഴുതുക. എങ്ങനെ ഫോർമാറ്റ് എഴുതുക? ഫസ്റ്റ് കോളം എന്താണ്? സീരിയൽ നമ്പർ, നെക്സ്റ്റ് നെയിം ഓഫ് അക്കൗണ്ട്, നെക്സ്റ്റ് ലെഡ്ജർ ഫോളിയോ, നെക്സ്റ്റ് വൺ ഡെബിറ്റ് ബാലൻസസ്, നെക്സ്റ്റ് വൺ ക്രെഡിറ്റ് ബാലൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഫോർമാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഐറ്റം എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെ കാണിച്ചിരിക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ നെക്സ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ ചെയ്തു. ബിക്കോസ് നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഓരോ ഐറ്റം എടുത്ത് നോക്കണേ. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതും എന്താണ് കറക്റ്റ് ആണ്. സോ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് 27,560 കാണിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് സെയിൽസ് റിട്ടേൺ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു, നമ്മളുടെ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ എന്ത് സാധനം ഏതിലോട്ടാ വരിക? അതായത് ഡെബിറ്റ് ബാലൻസിലോട്ടാണ് വരിക അല്ലേ? അപ്പൊ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ സെയിൽസ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ കറക്റ്റ് ആയിട്ട് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഡെബിറ്റ് ബാലൻസിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ബാലൻസിലോട്ട് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ആണ്. ദാറ്റ് ഈസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്?
ഇവിടെ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അത് മിസ്റ്റേക്ക് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ എവിടെ കാണിക്കുക? ഡെബിറ്റ് ബാലൻസിലാണ് കാണിക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്ന് റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, ഫ്രീ ഹോൾഡ് പ്രിമിസസ് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഫ്രീ ഹോൾഡ് പ്രിമിസസ് എഴുതി. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ ചെയ്തത്? റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഡെബിറ്റ് ബാലൻസിലോട്ടാണ് എഴുതിയത്. ശരിക്കും ആക്ച്വലി റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ് ഈസ് ഓൾസോ കാൾഡ് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണേ. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. പർച്ചേസ് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് ബാലൻസിലാണ് കാണിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോൺ ഫ്രം ഷർമ്മയാണ്, 2500 ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലയബിലിറ്റീസും ഇൻകം നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എന്താണ്? ലോൺ ഫ്രം ഷർമ്മ ക്രെഡിറ്റ് ബാലൻസിൽ 2500 കാണിച്ചു. ഓക്കെ, അടുത്തതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഡെബിറ്റിൽ 5280 ഉണ്ട്, പക്ഷേ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ എവിടെ കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ത്? 5280 നമ്മൾ ക്രെഡിറ്റ് ബാലൻസിൽ കാണിച്ചു. ഓക്കെ, അടുത്തതാണ് ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്, എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ്, അതെന്താണ്? കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് 1420, അത് കറക്റ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്തൊരു ഡെബിറ്റ് ബാലൻസ് ആണ്. നെക്സ്റ്റ് ആണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണ്, അത് എവിടെ നമ്മൾ കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസിലാണ് കാണിക്കുക. ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 1000 ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതി? ക്രെഡിറ്റ് ബാലൻസിൽ കാണിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് എന്താണ്? വേജസ് ആണ്. വേജസ് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കറക്റ്റ് ആണ്, ഡെബിറ്റ് ആണ്. ഓക്കെ, അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് ഫാക്ടറി എക്സ്പ്രസ് ഡെബിറ്റ് ആണ്, അത് കറക്റ്റ് തന്നെയാണ്. ഫാക്ടറി എക്സ്പ്രസ് ഡെബിറ്റ് ബാലൻസിലാണ് കാണിക്കുന്നത്. രണ്ടും ടോട്ടൽ ചെയ്യാം. അപ്പം നിങ്ങൾ ഇവിടെ ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഡെബിറ്റ് ചെയ്യണം ഏതൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള നോളേജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ടൈപ്പ് ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഏത് ബാലൻസിലാണ് കാണിക്കുക? ക്രെഡിറ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. സെയിൽസ് എവിടെ കാണിക്കുക? ക്രെഡിറ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. സെയിൽസ് റിട്ടേൺ എവിടെ കാണിക്കുന്നത്? മിസ്റ്റേക്ക് ഉണ്ട്. സെയിൽസ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. ഓക്കെ, അതേപോലെ ഡ്രോയിങ്സ് ഡെബിറ്റ് കറക്റ്റ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ആണ്, ക്രെഡിറ്റ് അല്ല. ഫ്രീ ഹോൾ പ്രിമിസസ് ഡെബിറ്റ് ആണ്. പർച്ചേസ് ഡെബിറ്റ് ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, സോ അത് നമ്മൾ ക്രെഡിറ്റിലാണ് കാണിക്കുക. ഓക്കെ, ലോൺ ഫ്രം ശർമ്മ ക്രെഡിറ്റിലാണ്, കറക്റ്റ് ആണ്. സൺഡേ ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് അല്ല, ക്രെഡിറ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഡെബിറ്റിൽ കാണിച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട്, ക്രെഡിറ്റിലാണ് കാണിക്കുക. വേജസ് ഡെബിറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റിലാണ് കാണിച്ചത്, പക്ഷേ നമ്മൾ ഡെബിറ്റിലാണ് കാണിക്കേണ്ടത്. ഫാക്ടറി എക്സസ് ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ്, അതാണ് എന്ത്? ട്രയൽ ബാലൻസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, ജസ്ന, അഞ്ജന, കൃഷ്ണപ്രിയ, മോനിഷ, നയന, മാലു, അമൃത, അപർണ. ഓക്കെ, ക്ലിയർ ആയോ? അനശ്വര. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ആണ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ട്രയൽ ബാലൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് അർച്ചന ഫോർ ദിയർ എൻഡിങ് 31/12/1996 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോർമാറ്റുകളൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തില്ലായിരുന്നോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിന്റെ നോളജ് ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം നന്നായിട്ട് എന്നൂടെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതാണ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് അർച്ചന ഫോർ ദിയർ എൻഡിങ് 31/12/1996 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000, പർച്ചേസ് 8,60,000, ഫ്രൈറ്റ് ഇൻവേർഡ് 52,000, അതേപോലെ നെക്സ്റ്റ് വേജസ് 24,000, സെയിൽസ് 14,40,000, പർച്ചേസ് റിട്ടേൺ 10,000, സെയിൽസ് റിട്ടേൺ 3,16,000, ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh,
ഇമ്പോർട്ട് ഡ്യൂട്ടി 30,000. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദിസ്. അപ്പം നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് അർച്ചന ഫോർ ദി ഇയർ എൻഡിങ് 31/12/1996. അർച്ചനയുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് 31/12/1996. അപ്പോൾ ടോട്ടൽ ആയിട്ട് 4 കോളംസ് ആണ് വരുന്നത് നമുക്ക്. അതായത് ഡെബിറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അങ്ങനെയും എഴുതും ട്ടോ. ഓക്കെ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, എമൗണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്താ ഫോർമാറ്റ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണേ. അതായത് ഏതൊക്കെ ഡെബിറ്റ് ബാലൻസ്, ഏതൊക്കെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ആദ്യം എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അപ്പോൾ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യണം. നെക്സ്റ്റ് വേജസ്, അതേപോലെ സെയിൽസ്, വേജസ് എഴുതി സെയിൽസും അതേപോലെ സെയിൽസ് റിട്ടേണും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എന്താ കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസിലാണ് കാണിക്കുക. സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡാണ് കാണിക്കുക. ഇനി നമ്മൾ ചെയ്ത് കാണിച്ചിരുമ്പോൾ മനസ്സിലാവും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം ഹെഡിങ് കൊടുക്കുക. ഏതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട, ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000, പർച്ചേസ് 8,60,000. നെക്സ്റ്റ് പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 8,60,000 10,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ് കിട്ടും, 8,50,000 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് പർച്ചേസ്. നെക്സ്റ്റ് ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ ഇത്രയും എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് ആണ്. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കാന്ന് വെച്ചാൽ സെയിൽസ്, അതേപോലെ മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അതായത് 14,40,000 നിന്നും 3,16,000 ലെസ് ചെയ്യുമ്പോഴാണ് 11,24,000 വരുന്നത്. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 4 കോളംസ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്, അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ 14,40,000 നിന്നും 3,60,000 നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 11,24,000 വരും. ഓക്കെ, ആ 11,24,000 1 lakh കൂടെ ആഡ് ചെയ്താണ് എത്രയെന്ന് പറയുന്നത്, 12,24,000 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി അടുത്തത് 80,000 പ്ലസ് 8,60,000. 8,60,000 10,000 പോയി കഴിഞ്ഞാൽ എത്ര വരും, 8,50,000. അപ്പോൾ 80,000 പ്ലസ് 8,50,000 പ്ലസ് 52,000 പ്ലസ് 24,000 പ്ലസ് 30,000. അപ്പോൾ ആ എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ 12,24,000 നിന്നും ആ എമൗണ്ട് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് എന്തായിരുന്നു, അതായത് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ആണ് എടുക്കണമെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 4 കോളംസ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, നെക്സ്റ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. സോ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ് കിട്ടും. അതിനുശേഷം ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്, നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ ആദ്യം ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് C/D എന്ന് വെച്ചാൽ ക്യാരി ഡൗൺ ചെയ്ത് 1,88,000 ആണ്. ഓക്കെ, മറക്കരുത്, വൃത്തിയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡിങ് കൊടുക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് അർച്ചന എന്ന് പറഞ്ഞിട്ട് വൃത്തിയായി ഹെഡിങ് കൊടുക്കുക. ആരുടെ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യണത് അവരുടെ അക്കൗണ്ടിന്റെ പേര് കറക്റ്റായി കൊടുക്കുക. 4 കോളംസ് ആണ് വരിക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആണ് വരിക. സോ ഏതൊക്കെ ഡെബിറ്റ് ബാലൻസിൽ വരിക എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് നെറ്റ് പർച്ചേസ്. നെക്സ്റ്റ് ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നത് വെച്ചാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സോ ക്ലിയർ ആയോ? ഓക്കെ, നയന ഇപ്പൊ റെഡി ആയോ? ഓക്കെ, ആൽബർട്ട് ഇപ്പൊ റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് നോക്കണേ. ആൽബർട്ട് ജോർജ്, മാലു, ആൽബർട്ട്, നയന,
അഞ്ജന ആക്ച്വലി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ബിക്കോസ് നമ്മൾ ആദ്യം ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞാലേ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ കുറേ ഐറ്റം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഡെബിറ്റ് ബാലൻസ് വരും, ക്രെഡിറ്റ് ബാലൻസ് വരുന്നു. ഓക്കെ, അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് ഡെബിറ്റ് ബാലൻസ് എടുക്കും, ക്രെഡിറ്റ് ബാലൻസ് എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കണം ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ഫുള്ളായി പറഞ്ഞു തരുന്നത് കേട്ടോ. അഞ്ജന, അനശ്വര, മോണിഷ, രേഷ്മ, കൃഷ്ണപ്രിയ, മാലു, ജസ്ന, നയന, അപർണ, അമൃത, ക്ലിയർ ആയോ? ഓക്കെ നയന, ഓക്കെ. ജയലക്ഷ്മി, നയന അതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അത് നയന ഒന്ന് നോക്കിയാൽ മതി. റെഡിയാക്കിയിട്ടുണ്ട്. ജയലക്ഷ്മി, ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആക്ച്വലി നമുക്ക് ഒബ്ജക്റ്റീവ് ആണ്. ഇൻ കേസ് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ തരാം. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തേ പറഞ്ഞാൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചു അല്ലേ. നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലോട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഇയർ entered 31st December 1996 prepare profit and loss account of Mr. Raj as at that date. അതായത് ഈ ബാലൻസസ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് 31st December 1996 ആണ്. നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് മിസ്റ്റർ രാജിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. 4 കോളംസ് ആണ് ഉള്ളത്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ്, അതേപോലെ ക്യാരീസ് ഓൺ സെയിൽസ്, ഓഫീസ് റെന്റ്, നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, traveling expenses, salaries, commission. Next, repairs, telephone expenses, interest, fire insurance premium, bad debt, apprentice premium, printing and stationery, trade expenses. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുത്തിരിക്കണം. അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസിൽ ഫുള്ളായിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫുള്ളായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുക. ആരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? രാജിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ രാജ് ആണ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ എക്സാമിന് കൊണ്ടുപോകാൻ പറ്റൂല രേഷ്മ. നമ്മൾ പെട്ടെന്ന് തന്നെ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ആ ഒരു സ്പീഡപ്പ് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കേണ്ട, അപ് ടു ഡേറ്റ് ആയി പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒന്ന് ക്ലാസ്സിൽ ലിസൺ ചെയ്യണേ. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് പറഞ്ഞാൽ മിസ്റ്റർ രാജിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ രാജ് ഫോർ ദി ഇയർ എൻഡിങ് 31/12/96 എന്ന് കൊടുക്കുക. 4 കോളംസ് ആണ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അത് മനസ്സിലാക്കി വെക്കണേ. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര തന്നിരിക്കണേ 55,000 ആണ്, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി എന്തെങ്കിലും റിസീവ് ചെയ്ത ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ക്രെഡിറ്റ് സൈഡിൽ റിസീവ് ചെയ്ത് ക്യാരേജ് ഓൺ സെയിൽ, അതേപോലെ ഓഫീസ് റെന്റ്, ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ്, ഇതൊക്കെ എന്താണ് ഡെബിറ്റ് ബാലൻസ് നമുക്ക് എന്താണ് വരിക, ഡെബിറ്റിലാണ് വരിക. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് എവിടെ നമ്മൾ കാണിക്കുക, അതായത് ക്രെഡിറ്റ് ബാലൻസിലാണ് കാണിക്കുക. അതേപോലെ ട്രാവലിംഗ് എക്സ്പെൻസ്, സാലറി, കമ്മീഷൻ, ഇതൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ റിപ്പയർ, ടെലിഫോൺ എക്സ്പെൻസ്, അതേപോലെ ഇൻട്രസ്റ്റ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ്.
അപ്രന്റീസ് പ്രീമിയം എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം എമൗണ്ട് എത്ര എഴുതി? 1500 ക്രെഡിറ്റ് ബാലൻസിൽ എഴുതി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരേജ് ഓൺ സെയിൽസ്, ഓഫീസ് റെന്റ്, ജനറൽ എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ്, അതേപോലെ ട്രാവലിംഗ് എക്സ്പെൻസ്, സാലറീസ്, കമ്മീഷൻ, റിപ്പയേഴ്സ്, ടെലിഫോൺ എക്സ്പെൻസ്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ബാഡ് ഡെപ്റ്റ്, അതേപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ട്രേഡ് എക്സ്പെൻസ്. ഇത്രയും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ബാലൻസസ് ഫുള്ളായി ആഡ് ചെയ്യുക. 55,000 പ്ലസ് 200 55,200 പ്ലസ് 1,500 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വരും? 56,700 കിട്ടും ടോട്ടൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ബാലൻസ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ബാലൻസിനേക്കാളും ക്രെഡിറ്റ് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന്. അപ്പോൾ ഇനി 500 പ്ലസ് 500 1000 പ്ലസ് 900 പ്ലസ് 360 പ്ലസ് 700 പ്ലസ് 900 പ്ലസ് 300 പ്ലസ് 500 പ്ലസ് 520 പ്ലസ് 480 പ്ലസ് 900 പ്ലസ് 2100 പ്ലസ് 2500 പ്ലസ് 300 പ്ലസ്. ഓക്കെ, സോ ആ എമൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ, അതായത് 56,700 നിന്നും ആ എമൗണ്ട് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര വരിക? 45,240 വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്താ വരിക? നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിനേക്കാളും ഡെബിറ്റ് സൈഡ് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 56,700 ആണ്. 56,700 നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ബാലൻസിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും ഡെബിറ്റ് ബാലൻസിനേക്കാളും ക്രെഡിറ്റ് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ രാജിൻ്റെ. അപ്പോൾ മിസ്റ്റർ രാജിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫുള്ളായിട്ട് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഐറ്റംസ് എങ്ങനെ തന്നിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ്, ക്യാരേജ്, ഓഫീസ് റെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ട്രാവലിംഗ് എക്സ്പെൻസ്, സാലറി, കമ്മീഷൻ, അതേപോലെ റിപ്പയർ, ടെലിഫോൺ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ബാഡ് ഡെപ്റ്റ്, അപ്രന്റീസ് പ്രീമിയം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ട്രേഡിംഗ് എക്സ്പെൻസ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക. പിന്നെ ഉള്ളതൊക്കെ എക്സ്പെൻസ് ആണ്. ക്യാരേജ്, റെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ഇതൊക്കെ. ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ക്രെഡിറ്റ് ആയിലാണ് നമ്മൾ കാണിക്കുക. അതേപോലെ പ്രീമിയം ക്രെഡിറ്റ് ചെയ്ത ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അത് നമ്മൾ ക്രെഡിറ്റിൽ കാണിച്ചു. ബാക്കിയെല്ലാം എക്സ്പെൻസ് ആണ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ അത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അമല, രേഷ്മ, നയന, അഞ്ജന, ആൽബർട്ട്, മോണിഷ, കൃഷ്ണപ്രിയ, അനശ്വര, ജയലക്ഷ്മി, അമൃത, ക്ലിയർ ആയോ? അനശ്വര, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്നായി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ട്രയൽ ബാലൻസിൻ്റെ 2 ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് അക്കൗണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മൊത്തം നമ്മൾ 4 ക്വസ്റ്റ്യൻ ചെയ്തു. ട്രയൽ ബാലൻസിൻ്റെ 2 ക്വസ്റ്റ്യൻ, ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതായത് പ്രിപ്പയർ ചെയ്തിരിക്കണം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, താഴെ പറയുന്ന മതം എന്നുള്ളതിൽ എന്ത് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻട്രസ്റ്റ്, റെന്റ്, റേറ്റ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, കൺവെയൻസ് ചാർജസ്, വേജസ്,
സെയിൽസ് റിട്ടേൺസ്, പർച്ചേസസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, മദർ ഡ്രോയിങ്സ്, അതേപോലെ നെക്സ്റ്റ് അതേപോലെ തന്നെ ട്രേഡ് എക്സ്പെൻസ്, സാലറീസ്, അഡ്വർടൈസിങ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്, ബിസിനസ് പ്രമിസസ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്. നെക്സ്റ്റ് ക്രെഡിറ്റ് ബാലൻസിൽ മദർസ് ക്യാപിറ്റൽ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓൺ ഹാൻഡ് 31/12/96 അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്ന് എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്തത് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ വന്നിട്ട് പ്രിമിസസിന് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട് 2.5%. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 7.5%. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 10%. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് 800. ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് എന്താ ചെയ്തിരിക്കണേ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 500, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 400. നെക്സ്റ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 300, പ്രീപെയ്ഡ് സാലറി 700. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡെബിറ്റ് ബാലൻസിൽ ഫുള്ളായിട്ട് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എടുക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്രെഡിറ്റ് ബാലൻസിൽ ഡയറക്റ്റ് ഇൻകംസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കുക എന്തൊക്കെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്. പർച്ചേസ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ലെസ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യുക. ഓക്കെ, അതേപോലെ വേജസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതേപോലത്തെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുക, ഇനി എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺസ് എവിടെയും തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, അഡ്ജസ്റ്റ്മെന്റിൽ തന്ന ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ മദൻ ഫോർ ദി ഇയർ എൻഡിങ് എന്ന് പറഞ്ഞിട്ട് 31/12/96 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഐറ്റം പോലെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എടുത്തു, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസിൽ നിന്ന് നെറ്റ് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ് കിട്ടും. വേജസ് എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് വേജസും ഔട്ട്സ്റ്റാൻഡിങ്ങും എന്ത് ചെയ്ത് ആഡ് ചെയ്ത് 7,000 400 കൂടെ ആയപ്പോൾ 7,400. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ കാണിച്ചു, സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് സെയിൽ കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2,50,000 നിന്ന് 5,400 പോയി കഴിഞ്ഞാൽ 2,44,600 ആണ്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 90,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,34,600 ആണ് കിട്ടുക. ആ 3,34,600 നിന്ന് നമ്മൾ എന്ത് ചെയ്ത് മൈനസ് ചെയ്യുക, 60,000 പ്ലസ് 1,50,000 എന്ത് ചെയ്യുക, 1,50,000 മൈനസ് 2,600 ആണ് എന്ത്, 1,47,400. അപ്പോൾ 60,000 അതേപോലെ തന്നെ പ്ലസ് 1,47,400 പ്ലസ് 7,400. അപ്പോൾ ഈ 3,34,600 നിന്നും ഈ ടോട്ടൽ നമ്മൾ ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 1,90,800. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ, പർച്ചേസ് റിട്ടേൺ ഉണ്ടോ, വേജസ് ഉണ്ടോ, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് ഫുള്ളായിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ചെക്ക് ചെയ്യാണ്. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഗ്രോസ് പ്രോഫിറ്റ് 1,19,800 എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുവരയ്ക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എം മദൻ ഫോർ ദി ഇയർ എൻഡിങ് 31/12/1996 എന്ന് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കൊടുക്കാന്ന് വെച്ചാൽ ഡെബിറ്റ് എമൗണ്ട് ഒന്നും കൊടുക്കാം, അതേപോലെ ക്രെഡിറ്റ് എമൗണ്ട് ഒന്നും കൊടുക്കാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പർട്ടിക്കുലേഴ്സും എമൗണ്ട് ഒന്നും കൊടുക്കാം, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഒന്നും കൊടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 1,19,800 തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് എത്ര വന്നു, 1,19,800. ഓക്കെ, ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്ന മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെന്റിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആഡ് ചെയ്യും. ഏതിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിൽ.
അതേപോലെ പ്രീപെയ്ഡ് ഇൻഷുറൻസും പ്രീപെയ്ഡ് സാലറീസും സാലറിയിൽ നിന്നും പ്രീപെയ്ഡ് സാലറി നമ്മൾ ലെസ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഇൻഷുറൻസ് വന്നിട്ട് പ്രീപേ ചെയ്തതും അതേപോലെ എന്ത് ചെയ്യണം നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തത് ഓരോന്നായി ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ചെക്ക് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കാണിക്കുക. ഇവിടെ ഇൻകോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, സൺഡേ ഡെപ്റ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻട്രസ്റ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല, നമ്മൾ ഇൻകോ എടുക്കില്ല. റെന്റ്, കൺവെയൻസ് ചാർജ്, അതേപോലെ വേജസ്, സെയിൽസ്, പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇതൊക്കെ നമ്മൾ എന്തിലെടുത്തു, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു. അതേപോലെ അടുത്തത് മദർ ഡ്രോയിങ്സ്, ട്രേഡ് എക്സ്പെൻസ്, സാലറി, അഡ്വർടൈസ്മെന്റ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്, ബിസിനസ് പ്രിമിസ്, ഫർണിച്ചർ, ഇതൊക്കെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ഡെബിറ്റ് ബാലൻസിൽ കാണിക്കേണ്ടതാണ്. ഈ ഫർണിച്ചർ അതേപോലെ ബിസിനസ് പ്രൊമിസസ് ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എടുക്കുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ആദ്യം ഡെബിറ്റ് ബാലൻസിൽ ട്രേഡ് എക്സ്പെൻസ് എടുത്തു. ഓക്കെ, ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൃത്തിയായി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത് ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രേഡ് എക്സ്പെൻസസ് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ട്രേഡ് എക്സ്പെൻസ് ആദ്യം നമുക്ക് എവിടെ നോക്കാം. ഓക്കെ, 1350 എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ട്രേഡ് എക്സ്പെൻസ് 1350 എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം സാലറി എമൗണ്ട് തന്നിട്ടുണ്ട്. സാലറി എമൗണ്ട് ഇവിടെ ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്, അതായത് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്ന സാലറി 11,200 ആണ്. പ്രീപെയ്ഡ് സാലറി എത്ര തന്നിരിക്കുന്നത് 700 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, അതായത് 11,200ൽ നിന്നും നമ്മുടെ പ്രീപെയ്ഡ് സാലറി പറയുന്നത് ലെസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് സാലറി കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെ അറിയാം, കൺവെയൻസ് ചാർജസ്, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞതാ കൺവെയൻസ് ചാർജസ്, നെക്സ്റ്റ് അതേപോലെ തന്നെ അഡ്വർടൈസിങ്, ഇതൊക്കെ നമ്മൾ എന്ത് എഴുതു, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതി. ഓക്കെ, കൺവെയൻസ് ചാർജസ് ഡെബിറ്റ് സൈഡിൽ, അതേപോലെ അഡ്വർടൈസിങ് ഡെബിറ്റ് സൈഡിൽ എഴുതി. നെക്സ്റ്റ് അതേപോലെ തന്നെ ഏത് ഐറ്റംസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാണ് ഡെബിറ്റ് ബാലൻസ് നമ്മൾ 5,600 ആയിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ബാലൻസിലായിട്ട് എഴുതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റെന്റ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് 500. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, റെന്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. ദാറ്റ് ഈസ് 500. നമുക്ക് 5,600 ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, 6,100 വരിക. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അതായത് നമ്മൾ ലെസ് ചെയ്തു. പ്രീപെയ്ഡ് ഓൾറെഡി പേ ചെയ്ത ഇൻഷുറൻസ് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ എത്ര വരിക, നെറ്റ് റെന്റ് വരിക. മനസ്സിലാവുന്നുണ്ടോ, റെന്റ്, ടാക്സ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 6,100 വന്നു. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ ലെസ് ചെയ്തു 300. അപ്പോൾ 6,100 നിന്ന് 300 ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് റെന്റ് 5,800 കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ റെന്റ്, റേറ്റ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ദാ റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ് 5,600 തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 300 നമ്മൾ ലെസ് ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലാക്കണേ. അടുത്തത് നമുക്ക് എന്തറിയാം, ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എഴുതുക, ഇൻട്രസ്റ്റ് എഴുതുക. നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ബാലൻസിൽ നമ്മൾ കാണിക്കുക. ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് കാണിക്കുക. ഇനി നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, അതായത് 800 തന്നിട്ടുണ്ട്. അതേപോലെ റൈറ്റ് ഓഫ് എഴുതി തള്ളണ അഡീഷണൽ ആയിട്ടുള്ള ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 800 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതി, 800ഉം 800ഉം എഴുതി. ഓക്കെ, ബാഡ് ഡെപ്റ്റും അഡീഷണൽ ബാഡ് ഡെപ്റ്റും വന്നു. ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 4,560 എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ 4,560 എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് സൺഡ്രി ഡെപ്റ്റേഴ്സിന് 5% പ്രൊവൈഡ് ചെയ്യാൻ. സൺഡ്രി ഡെപ്റ്റേഴ്സിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൺഡ്രി ഡെപ്റ്റേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 92,000 ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. 92,000ൽ നമുക്കിവിടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് 92,000ൽ നിന്ന്. അപ്പോൾ അതിന് ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 91,200 ആണ്. മനസ്സിലാവുന്നുണ്ടോ. ആ 91,200ൻ്റെ 5% ആണ് 4,560 എന്ന് പറയുന്നത്. ഓക്കെ, സൺഡേ ഡെപ്റ്റേഴ്സിന് 5% കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ 92,000 നമ്മളിവിടെ കൊടുത്തു. അതേപോലെ 800 എഴുതി തള്ളുന്ന ബാഡ് ഡെപ്റ്റ് ഉണ്ട്. 92,800 പോയി കഴിഞ്ഞാൽ 91,200 ആണ്. 91,200ൻ്റെ 5% ആണ് 4,560. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, അതായത് ഈ പറഞ്ഞ 4,560 കിട്ടുക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, അതായത് നമുക്ക്
ബാഡ് ഡെപ്റ്റ് 800 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഡീഷണൽ റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 91,200ൻ്റെ 5% ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 4,560. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എത്ര വരുന്നു മനസ്സിലാക്കണം. 800 + 800 + 4,560 ആണ് 6,160. ഇനി ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ് നമ്മൾ ചെയ്യുക? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ക്വസ്റ്റ്യൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊമിസസ് 2.5, പ്ലാന്റ് ആൻഡ് മെഷീനറി 7.5, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് 10%. അപ്പോൾ ബിസിനസ് പ്രൊമിസസ് എത്രയാണ്? 12,000 ഇൻറ്റു 2.5/100. ഓക്കെ, അത് നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. പ്രൊമിസസ് എങ്ങനെ കാണാം? 12,000 ഇൻറ്റു 2.5/100. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് 7.5% ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 20,000 ആണ്. അപ്പോൾ 20,000ന് എന്ത് ചെയ്യുക? നമ്മൾ 7.5% ചെയ്യുക. 20,000 ഇൻറ്റു 7.5/100. ഇനി അതേപോലെ തന്നെ അടുത്താണ് ഫർണിച്ചർ. 10% ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 10,000 ആണ്. അപ്പോൾ 10,000ൻ്റെ 10% ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? 10,000ൻ്റെ 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ 300 + 1,500 1,800 + 1,000 ആണ് 2,800 ടോട്ടൽ ഡിപ്രീസിയേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ബാലൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് ബാലൻസിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ക്രെഡിറ്റ് ബാലൻസിൽ 1,90,800 ആണ്. അതിന് മുന്നേ ഡെബിറ്റ് ബാലൻസ് ഫുള്ളായി ആഡ് ചെയ്യുക. അതായത് 1,350, നെക്സ്റ്റ് 11,200 നിന്നും 700 പ്രീപെയ്ഡ് സാലറി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 10,500 പ്ലസ് 1,320 പ്ലസ് 840 പ്ലസ് എന്ത് ചെയ്യണം? അത് നമ്മുടെ എന്ത് ചെയ്യുക? പ്രീപെയ്ഡ് എല്ലാം ചാർജ് ചെയ്തതിന് ശേഷം 5,800, നെക്സ്റ്റ് ഡിസ്കൗണ്ട് 600, അതേപോലെ തന്നെ 430, 8 അത് മൊത്തമായിട്ട് 6,160. നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ ടോട്ടൽ 2,800. ഓക്കെ, ഇവിടെ റൗണ്ട് ചെയ്തിരിക്കുന്നത് മാത്രം നിങ്ങൾ എന്ത് ടിക്ക് ചെയ്യാതെ തരാവേ, അത് മാത്രം ആഡ് ചെയ്താൽ മതിയെ. 1,350, അതേപോലെ തന്നെ നെക്സ്റ്റ് 10,500, നെക്സ്റ്റ് ഏതാ എടുക്കേണ്ടത്? 1,320, അഡ്വർടൈസിങ്, റെൻ്റ് റൈറ്റ് പ്രീമിയം 5,800. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ്, അതേപോലെ ഇവിടുത്തെ ബാഡ് ഡെപ്റ്റ് 6,160. നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ ആൻസറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയ 1,90,800 ഉണ്ടല്ലോ, അതിൽ നിന്നും ആ ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നെറ്റ് പ്രോഫിറ്റ് ആണ് വരിക. അപ്പോൾ 90,000 വരും. ഓക്കെ, ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ ഇറക്കി എഴുതേണ്ടത്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എളുപ്പമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ ഓരോ ഐറ്റം നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുക എന്തൊക്കെ എടുക്കും. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ തന്നെ ക്യാപിറ്റൽ എടുക്കും, അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ക്യാപിറ്റലിൽ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റലോടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കും, സൺഡേ ക്രെഡിറ്റേഴ്സ് എടുക്കും. ലയബിലിറ്റീസിൽ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് അപ്പോൾ ലയബിലിറ്റീസിൽ എടുക്കുക? അതായത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ എടുക്കും, സൺഡേ ക്രെഡിറ്റേഴ്സ് എടുക്കും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ക്യാപിറ്റലിൽ കൂടെ ഡ്രോയിങ്സ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്താണ്? ലെസ്. നമ്മൾ ഡ്രോയിങ്സ് ആഡ് ആണോ ലെസ് ആണോ അതിന് എന്ത് ചെയ്യാൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് നമ്മൾ ലെസ് ആണ് ചെയ്യുക. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡിപ്രീസിയേഷൻ അല്ലേ? ഫർണിച്ചർ എമൗണ്ട് 10,000, ഡിപ്രീസിയേഷൻ 1000. അപ്പോൾ 10,000 മൈനസ് 1,000. ഓക്കെ, അതാ എടുക്കുക. ബിസിനസ് പ്രൊമിസസ് 12,000, അതിൻ്റെ ഡിപ്രീസിയേഷൻ. അപ്പോൾ ആ 12,000 മൈനസ് ഡിപ്രീസിയേഷൻ. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പ്രൊമിസസും നമ്മൾ അതേപോലെ ബിസിനസ് പ്രൊമിസസും ഫർണിച്ചർ നോക്കി, അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെയും എമൗണ്ടും ഡിപ്രീസിയേഷനും ലെസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുക? ആ ബാഡ് ഡെപ്റ്റും സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെയും നമ്മൾ കാണണം. ഓക്കെ, അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ഹെഡിങ് കൊടുക്കുക? ബാലൻസ് ഷീറ്റ് ഓഫ് എം മദൻ അറ്റ് 31/12/1996 എന്ന് കൊടുക്കുക. നമ്മുടെ ഫോർമാറ്റ് എന്താണ്? ബാലൻസ് ഷീറ്റിൽ 4 കോളംസ് ആണ്. ഏതൊക്കെ 4 കോളംസ്? ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട് ആണ്. അപ്പോൾ ലയബിലിറ്റീസിൽ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു തന്നു. സൺഡേ ക്രെഡിറ്റേഴ്സ്, അതേപോലെ ബാങ്ക് ഔട്ട്സ്റ്റാൻഡിങ് ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കുക, അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ആഡ് ചെയ്ത് കാണിക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ.
ഇവിടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് രണ്ടാണ്, ഒന്ന് റെന്റും വേജസും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 500 400 കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതേപോലെ ക്യാപിറ്റൽ കൂടെ ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കാണിക്കണം. ഓക്കെ, സോ അപ്പോൾ ക്യാപിറ്റലിലൂടെ ലെസ് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ 70,000 22,000 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, 48,000 ആണെന്ന്. അതിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ 70,000 മൈനസ് 22,000 48,000 പ്ലസ് 90,000 ആണ്, അതായത് 1,38,000. അപ്പോൾ നമുക്ക് ടോട്ടൽ ലൈബിലിറ്റീസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ എന്തൊക്കെ എടുത്ത് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ, അതായത് ഇപ്പോൾ ഏതൊക്കെ എടുത്തതെന്ന് വെച്ചാൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് വേജസും ആഡ് ചെയ്തു, ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്തു, അതേപോലെ തന്നെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. നെക്സ്റ്റ് അതിന് കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ടോട്ടൽ ക്യാപിറ്റൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ലൈബിലിറ്റീസ് വന്നു. അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതി, നമുക്ക് അറിയാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് 92,000 ആണ്. ബാഡ് ഡെപ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്തത് 800 ആണ്. അപ്പോൾ 92,800 പോയാൽ 91,200 ആണ്. അതേപോലെ എത്രയാണ് പെർസെൻറ്റേജ് വരുന്നത്, 91,200ൻ്റെ 5% ആണ് ഈ 4,560. അപ്പോൾ 91,200 മൈനസ് 4,560 എത്ര, 86,640. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല. സൺഡേ ഡെപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ 92,000 തന്നിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് 800 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ലെസ് ചെയ്തപ്പോൾ 91,200 വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ 5% പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 91,200ൻ്റെ 5% ചെയ്യുമ്പോൾ 4,560 വരും. 91,200ൻ്റെ 4,560 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 86,640 വരും. ഓക്കെ, അടുത്ത് ക്യാഷ് ഇൻ ഹാൻഡ്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇനി അതേപോലെ ഇനി ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ആഡ് ചെയ്തപോലെ പ്രീപെയ്ഡ് എന്ന് പറയുന്നത് 2 എടുക്കുക. അതേപോലെ പ്രീപെയ്ഡ് സാലറി, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ 700 പ്ലസ് 1,000. ഇനി അടുത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. 20,000 മൈനസ് 1,500 ആണ്, 18,500. ബിസിനസ് പ്രൊഫഷൻ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. 12,300 പോയി കഴിഞ്ഞാൽ 11,700. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സും ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. 10,000 1000 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 9,000. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ലൈബിലിറ്റീസും അസറ്റ്സും എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ഇല്ല അമൃത, ആക്ച്വലി ലെങ്തി പ്രോബ്ലംസ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ വന്നു, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കും, പർച്ചേസ് എടുക്കും, അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യും, അതേപോലെ വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി എടുക്കുന്നു, മനസ്സിലായി. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുന്നു, മനസ്സിലായി. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാമെന്ന് മനസ്സിലായി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഫുള്ളായി ഡെബിറ്റ് ചെയ്യണം, ഇൻഡയറക്റ്റ് ഇൻകം ഫുള്ളായി ക്രെഡിറ്റ് ചെയ്യണമെന്ന്. അതേപോലെ എന്തെങ്കിലും പ്രീപെയ്ഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലൈബിലിറ്റീസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക എന്ന് പറഞ്ഞു തന്നു. ഓക്കെ, അതേപോലെ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ എടുക്കണം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഇതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു തന്നു. ലൈബിലിറ്റി ആ സൈഡിലാണ് ഇതൊക്കെ പറഞ്ഞത്. അസറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് അസറ്റും എഴുതണം, അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കണം, പ്രീപെയ്ഡും കാണിക്കണം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം എന്ന്. അപ്പോൾ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ അത് ഏതെവിടെയാണ് കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റ് എവിടെ കാണിക്കുക, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അഞ്ജന, രേഷ്മ, അപർണ, അമൃത, അമല, നയന, അനശ്വര, മാലു, കൃഷ്ണപ്രിയ, ക്ലിയർ ആയോ? ആൽബർട്ട്, അനശ്വര, ജസ്ന, മോണിഷ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള PSC ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെയിൻ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ടു ഫൈൻഡ് ഔട്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, ക്യാപിറ്റൽ, ടോട്ടൽ അസറ്റ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്? ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഓക്കെ,
നെക്സ്റ്റ് ആണ് വേജസ് ക്യാരിഷ് ഇൻവേർഡ് ഫ്രൈറ്റ് ആർ റെക്കോർഡഡ് ഓൺ വിച്ച് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ വേജസ് ക്യാരിഷ് ഇൻവേർഡ് ഫ്രൈറ്റ് എവിടെ റെക്കോർഡ് ചെയ്യുക? ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്, ബോത്ത് സൈഡ്, നൺ ഓഫ് ദിസ്. ഇതിനെ നമ്മൾ കാണിക്കുക ഡെബിറ്റ് സൈഡ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇതൊക്കെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നറിയോ? ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുക, അല്ലാതെ നമുക്ക് കിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. അടുത്തത് സെയിൽസ് റിട്ടേൺസ് ആർ ഷോൺ ഓൺ വിച്ച് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് റിട്ടേൺസ് ഏത് സൈഡിലാണ് കാണിക്കാന്നാണ്? ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. നമ്മുടെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണിക്കുക? ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി എവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ? സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് സൈഡിലാണ് കാണിക്കുക? നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ആക്ച്വലി തെറ്റാണ്. നമ്മൾ ഏതിലാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ്. ഓപ്ഷൻ ബി ആണ് എന്ത്? ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക? നമ്മളത് കാണിക്കുക. ഓക്കെ, സെയിൽസ് റിട്ടേൺസ് ആണ് സോൺ വിച്ച് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്? അതായത് ഇറ്റ് ഇസ് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഓൺ വിച്ച് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഏതിലാണ് കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ ചോദിച്ചു? ക്രെഡിറ്റ് സൈഡ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു വിച്ച് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാന്നാണ്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ഏതിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? ഇറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മെയിൻ പർപ്പസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് ടു ഫൈൻഡ് ഔട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്? ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ്, ബി നെറ്റ് പ്രോഫിറ്റ്, സി ക്യാപിറ്റൽ. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് റെന്റ്, സാലറി, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ റെക്കോർഡ് വിച്ച് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് നമ്മൾ കാണിക്കുക? ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്മീഷൻ റിസീവ്ഡ് ആർ റെക്കോർഡ് ഓൺ വിച്ച് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ? ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എക്സീഡ് ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകത്തിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്താണ് വരിക? ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഗ്രോസ് പ്രോഫിറ്റ്. എന്തായിരുന്നു? നെറ്റ് ലോസ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ. നെറ്റ് പ്രോഫിറ്റ് ഏതിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഏതിലോട്ട് നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുക? ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി. അടുത്താണ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർ ടു ഷോ. ബാലൻസ് ഷീറ്റ് എന്തിനാ പ്രിപ്പയർ ചെയ്യണം? എന്ത് ഷോ ചെയ്യാനാണ്? പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് അസറ്റ്സ് ആർ ഷോൺ ഓൺ വിച്ച് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അസറ്റ് ഏത് സൈഡിലാണ് കാണിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ആണ്? ദാറ്റ് ഈസ് എന്തായിരുന്നു ആൻസർ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ലെഫ്റ്റ് സൈഡ് ആണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾക്കിപ്പോൾ അസറ്റ്, നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ദാറ്റ് ഈസ് ലയബിലിറ്റീസ്, എമൗണ്ട്, അതേപോലെ തന്നെ അസറ്റ്സ്, എമൗണ്ട് ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ എവിടെ കാണിക്കുക? റൈറ്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്? കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അസറ്റ്സ് ആർ ഷോൺ വിച്ച് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. ഓക്കെ, ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട് ആണല്ലോ. ഇനി ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ ഷോൺ വിച്ച് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റീസും ക്യാപിറ്റലും ഏത് സൈഡാണ് കാണിക്കുക? ദാറ്റ് ഈസ് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക? ലയബിലിറ്റീസും ക്യാപിറ്റലും കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെ കാണിക്കുക? അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ് എവിടെയാണ്? ഓപ്ഷൻ ബി, ലയബിലിറ്റിയിലാണ്. ഓക്കെ, അടുത്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആർ ഷോൺ ഓൺ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എവിടെ കാണിക്കുക? അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ് ഏതിലാണ് കാണിക്കുക? അസറ്റിലാണ് കാണിക്കുക. ഓക്കെ, അടുത്താണ് ഡിപ്രീസിയേഷൻ ആർ ഷോൺ ഓൺ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഡിപ്രീസിയേഷൻ കാണിക്കുക? അസറ്റിനോട് ആഡ് ചെയ്യും, ഡിഡക്ട് ചെയ്യും. അസറ്റ് എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്തിട്ടാണ് കാണിക്കുക, മൈനസ് ചെയ്തിട്ട്. നമ്മൾ പ്രോബ്ലം ചെയ്തല്ലോ. ഇപ്പം മനസ്സിലായി എന്തിനാ പ്രോബ്ലം ചെയ്തതെന്ന്? ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഇൻ. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കുക? ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട് ഓൺലി, ബാലൻസ് ഷീറ്റ് ഓൺലി. ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക, ഓപ്ഷൻ സി. അടുത്തതാണ് ടോട്ടൽ ഓഫ് ബോത്ത് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് മസ്റ്റ് ഓൾവേസ് ബി. എപ്പോഴും ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്തായിരിക്കണം? അൺഈക്വൽ, ഈക്വൽ, ഓപ്ഷൻ ബി ഈക്വൽ ആയിരിക്കണം. ഇനി ബാലൻസ് ഷീറ്റ് എന്തിനാ എവിടെ പ്രിപ്പയർ ചെയ്യുക? പർട്ടിക്കുലർ ഡേറ്റ്, പീരീഡ് ഓഫ് ടൈം. പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? നോമിനൽ അക്കൗണ്ട്, റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ക്ലിയർ ആയോ? കൃഷ്ണപ്രിയ, നയന, അഞ്ജന, രേഷ്മ, അപർണ, അമൃത, അമല, അനശ്വര, മാലു, ജസ്ന, ആൽബർട്ട്. ക്ലിയർ ആയോ?
നാളെ തൊട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ, നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ എനിക്ക് സെൻഡ് ചെയ്യൂ കേട്ടോ. ഈ ചാറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, എ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഞാൻ അയക്കുക. ഓക്കെ, എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും അത് കറക്റ്റായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണമല്ലോ. സോ നാളെ തൊട്ട് എനിക്കൊപ്പം തന്നെ മെസ്സേജ് അയച്ചു വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, നമ്മളുടെ ബേസ് ചെയ്തിട്ടുള്ള PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, സോ അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ഇൻഷാല്ല കറക്റ്റായിട്ട് 7:30 തന്നെ നിങ്ങൾ വരിക. നന്നായി ഇരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ലൈബിലിറ്റി ലെഫ്റ്റ് സൈഡ്, അതെ അതെ, ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈബിലിറ്റി ലെഫ്റ്റ് സൈഡാണ്, അസറ്റ് റൈറ്റ് സൈഡാണ്. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപർണ. ലൈബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്, ലൈബിലിറ്റി ലെഫ്റ്റ് സൈഡ്, അസറ്റ് റൈറ്റ് സൈഡ് ആണ്. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായി ഓരോ നോട്ട്സും വൃത്തിയായി പഠിക്കുക. നമ്മൾ മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഒരു ഫോൾഡർ ജൂനിയർ അക്കൗണ്ട് എന്ന് ഓപ്പൺ ആക്കിയിട്ട് എല്ലാ നോട്ട്സും ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് നന്നായി പഠിക്കുക. ഓക്കെ, അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എംഫേവർ ലേണിംഗ് ആപ്പിൽ തരുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും, ബികോം കഴിഞ്ഞ സ്റ്റുഡൻസിനോടും എല്ലാവരോടും താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു അപർണ, അഞ്ജന, രേഷ്മ, കൃഷ്ണപ്രിയ, നയന, മാലു, അനശ്വര. ഓക്കെ, താങ്ക് യു. ജസ്ന, ആൽബർട്ട്, അമൃത, മോണിഷ, ജയലക്ഷ്മി. ഓക്കെ, താങ്ക് യു ഓൾ. നാളത്തെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് തന്നെ 7:30 റീച്ച് ആകുക കേട്ടോ. നന്നായിരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.